തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൊലവിളി പ്രസംഗവും ഭീഷണിയുമായി പ്രാദേശിക നേതാക്കൾ. വിജയത്തിനിടെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മുസ്ലിം ലീഗ് CPM നേതാക്കൾ എതിരാളികളെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രസംഗിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കല്യാണം കഴിക്കുമ്പോ തറവാട് നോക്കണെന്തിനറിയോ? അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തനിക്കെതിരെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകരെ അധിക്ഷേപിച്ചാണ് മലപ്പുറം തെന്നല 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി KV മജീദിന്റെ ഈ പ്രസംഗം. CPIM മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് KV മജീദ്. വളവന്നൂർ പഞ്ചായത്ത് 8-ാം വാർഡ് വിജയാഘോഷത്തിനിടെയാണ് പ്രാദേശിക CPIM നേതാവ് V ഫൈസലിന്റെ കൊലവിളി പ്രസംഗം. കോഴിക്കോട് ബേപ്പൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത് CPIM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷ്. ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വീട്ടിൽ അന്തി ഉറങ്ങില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. വളാഞ്ചേരി നഗരസഭ വട്ടപ്പാറ ഡിവിഷൻ മുൻ കൗൺസിലറും പ്രാദേശിക ലീഗ് നേതാവുമായ ഷിഹാബുദ്ദീന്റെ ഭീഷണി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രവർത്തകനെ തല്ലിയവന്റെ കൈയും കാലും വീട്ടിൽ കയറി വെട്ടുമെന്നാണ് ഭീഷണി. രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കൈയും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. ആവേശത്തിൽ പറഞ്ഞു പോയെന്നാണ് നേതാക്കളുടെ വിശദീകരണം. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.